എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2024 പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി എന്നിങ്ങനെ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിനായിട്ട് പുതുതായിട്ട് അപേക്ഷകൾ നൽകാനായിട്ടുള്ള അവസരം യോഗ്യതാ മാനദണ്ഡത്തിൽ ഇപ്പോൾ ഇളവ് വരുത്തിയിട്ടുണ്ട്. അതായത് 2024 വർഷത്തെ ഈ ഒരു ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് പുതുതായിട്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം അതായത് ഈ ഒരു അവസരം 11-12 തീയതികളിലെ NCISM NCH വിജ്ഞാപനങ്ങൾ പ്രകാരം യോഗ്യതാ മാനദണ്ഡത്തിൽ ഇളവ്, അതായത് 15% ഇളവ് വരുത്തിയിരിക്കുന്നതിനാൽ പുതുതായിട്ട് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അവസരത്തിൽ അപേക്ഷ നൽകാം. ഒന്നാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിന് ശേഷം നിലവിൽ ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനായിട്ടാണ് രണ്ടാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ഒന്നാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള പ്രവേശനം പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. മുൻ അലോട്ട്മെൻറ്റുകളെ ബാധിക്കാത്ത രീതിയിലായിരിക്കും സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ കീം 2024 വഴി പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് CE.Kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് വഴി രജിസ്ട്രേഷൻ നടത്തി പ്രോസ്പെക്ടസ് ക്ലോസ് 7.4 പരാമർശിച്ചിരിക്കുന്ന ഈ ഒരു പ്രകാരം ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതായത് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ലഭിക്കുന്ന അക്നോളജ്മെൻറ്റ് പേജിൻ്റെ പ്രിൻ്റ് അപേക്ഷ സൂക്ഷിക്കേണ്ടതാണ്. അപേക്ഷയുടെ പ്രിൻ്റ് മറ്റ് രേഖകൾ എന്നിവ പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ ഓഫീസിലേക്ക് അയക്കേണ്ടതില്ല. അതുപോലെ തന്നെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ ഒരു കീം 2024 പ്രവേശന പരീക്ഷയ്ക്കായിട്ട് പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് ആദ്യഘട്ടങ്ങളിൽ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പാടില്ല. കീം 2024 പ്രോസ്പെക്ടസ് വ്യവസ്ഥകൾ അനുസരിച്ച് ഒന്നിലധികം അപേക്ഷകൾ നൽകിക്കഴിഞ്ഞാൽ അത് എല്ലാ ആപ്ലിക്കേഷനും ഡിലീറ്റ് ചെയ്യപ്പെടുന്നതിന് കാരണമാകും. വിവിധ റിസർവേഷൻ കാറ്റഗറികളിലേക്കുള്ള സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിനോ ഏതെങ്കിലും വരുമാനം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫീസ് ഇളവുകൾക്കോ വേണ്ടി പരിഗണിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ അപേക്ഷകർ ഓൺലൈൻ അപേക്ഷയോടൊപ്പം ആവശ്യമായിട്ടുള്ള അനുബന്ധ രേഖകൾ, അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, സംസ്ഥാന വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള നോ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, സംഭരണത്തിനോ ഫീസ് ഇളവിനോ വേണ്ടിയുള്ള ക്ലെയിമുകൾ സാധൂകരിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഓൺലൈൻ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അതുപോലെ ഒരു സാഹചര്യത്തിലും പിന്നീട് അനുബന്ധ രേഖകൾ സമർപ്പിക്കാൻ അവസരമുണ്ടാവില്ല. സംവരണ സീറ്റുകളിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളെ ഒന്നാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവന്ന സംവരണ സീറ്റുകളിലേക്ക് മാത്രമേ പരിഗണിക്കുള്ളൂ. പുതിയ അപേക്ഷകൾ സമർപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ സമർപ്പിക്കുന്നതിനും മുൻപ്, അതായത് 26/3/2024 വിജ്ഞാപനത്തിലെ യോഗ്യതാ വ്യവസ്ഥകൾ, അക്കാദമിക യോഗ്യതകൾ, സമർപ്പിക്കുന്ന രേഖകൾ എന്നിവയും www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള സർക്കാർ അംഗീകൃത പ്രോസ്പെക്ടസും പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.